2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ വലിയ വിവാദമായ ബ്രഹ്മാണ്ഡ ചിത്രം എന്നൊക്കെ പറയപ്പെട്ട ഒരു സാധനമല്ലേ എമ്പുരാൻ. എന്തുവാ ഈ എമ്പുരാൻ? എമ്പുരാൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ നോക്കി. ഫോളൻ ഏഞ്ചൽ, വീണുപോയ മാലാഖ. ആരാ വീണുപോയ മാലാഖ? ഇവിടുത്തെ ഏത് പട്ടിയോടും പൂച്ചയോടും ചോദിച്ചാൽ പറയും വീണുപോയ മാലാഖ ആരാണെന്ന്. അപ്പൊ ഈ എമ്പുരാൻ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? വീണുപോയ മാലാഖ. അതിന് പല പേരുകളുണ്ട്. പ്രഭു, തമ്പുരാൻ എന്നൊക്കെയാണ്. ഈ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അതുപോലെയാണ് ഈ സാത്താന്യ ലോകം. അപ്പൊ ഇതിന്റെ എല്ലാം ടോപ്പർ ലെവലിൽ നിൽക്കുന്നതാണ് ഈ ഫോളൻ ഏഞ്ചൽ അല്ലെങ്കിൽ ആർക്കോസ്. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? തിന്മയുടെ വ്യാപാര ശക്തിയെ ഗ്ലോറിഫൈ ചെയ്ത് ദൈവത്തിന് പകരമായി മനുഷ്യന്റെ മുൻപിൽ അവതരിപ്പിക്കുക. കേൾവിയേക്കാൾ ഭയങ്കരമാണ് ദൃശ്യമാധ്യമത്തിന്. എന്നോടൊപ്പം ഉണ്ടോ? എമ്പുരാൻ കണ്ട വല്ല പുള്ളികളും ഉണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്താൽ കഴുകി മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ഇന്ന് രാത്രി തിരിച്ചു വന്നോണം. ഞാൻ ദൈവമക്കളോടായി പ്രസംഗിക്കുന്നേ. സ്വോത്രം. മറ്റേ വ്യാപാരമാണ്. ഡയറക്റ്റ് ലൂസിഫറിനെ ആരാധിക്കുന്ന ആരാധനയാണ്. ഞാനത് പറയുമ്പോ എന്റെ കയ്യിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇത് പൃഥ്വിരാജ് എന്ന് പറയുന്ന സിനിമാ നടൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ചതാ. നമ്മളിപ്പോ പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം എല്ലാവരും കൂടെ പറഞ്ഞ ആ വാക്യം എങ്ങനെയാന്ന്? അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം. ഞാൻ ഇതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് പറയാം. അന്തിമമായ ഒരു നാമം ഉണ്ടായിരുന്നു, ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു, ആ നാമം ലൂസിഫർ തന്നെയായിരുന്നു. അപ്പൊ എന്താണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ തലമുറകളെ വഞ്ചിക്കുവാൻ, നമ്മുടെ തലമുറകളെ തകർക്കുവാൻ, നമ്മുടെ തലമുറകളുടെ ചിന്താഗതികളെ സ്വാധീനിക്കുവാൻ, ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തെ സ്വാധീനിക്കുവാൻ, തിന്മയുടെ വ്യാപാര ശക്തിയെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ മനഃപൂർവമായി നടത്തുന്ന ഒരു തരം നായാട്ടാണ് ഈ കാണുന്ന ഇങ്ങനെയുള്ള കാര്യം. ഹല്ലേലൂയ. കത്തോലിക്കലെ അച്ഛന്മാരൊക്കെ ഇതിനെതിരെ വളരെ ശക്തമായി ആഞ്ഞടിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു കൺവെൻഷൻ വേദിയിലെങ്കിൽ ഇതൊന്ന് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ ശരിയാകുന്നേ? സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം പേരൻസ് ഒക്കെ കേട്ടോ. ഇല്ലുമിനാറ്റി ഒക്കെ പാടിക്കൊണ്ട് പിള്ളേർ വീട്ടിൽ കൂടെ നടക്കുമ്പോ കൃപയാണെന്നും പറഞ്ഞ് ഗ്ലോറി പറഞ്ഞിരിക്കരുത്. അപകടത്തിലേക്ക് പോകുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. സ്ലോ പോയിസൺ പോലെ തലമുറയ്ക്കകത്തേക്ക് കുത്തിക്കയറ്റി വിടുകയാണ് തിന്മയുടെ വ്യാപാരത്തെ. ഞാനിത് പറയുമ്പോ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ 3 മാസത്തെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കിയേ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 14 വയസ്സുകാരനല്ലേ ഒരു പൊതി കഞ്ചാവിന് വേണ്ടി 30 വയസ്സുള്ള ഒരുത്തന്റെ നെഞ്ചത്ത് കത്തി കുത്തിയിറക്കി സ്പോട്ടിൽ അവൻ മരിച്ചില്ലേ? ആരാണ്? 14കാരൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നെന്ന്. റിപ്പോർട്ടർ ചാനലിൽ ഹാഷ്മി എന്ന് പറയുന്ന റിപ്പോർട്ടറുടെ മുൻപിൽ ഒരപ്പൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കഞ്ചാവിനടിമ. എങ്ങനെയാണ് നടന്നത്? അദ്ദേഹം പറയുന്നത് കിൻഡർ ജോയ് കൊടുത്ത്, നമ്മുടെ പിള്ളേർക്കൊക്കെ കിൻഡർ ജോയ് ഇഷ്ടമാണല്ലോ, കിൻഡർ ജോയ്ക്കകത്ത് ഒരു പൗഡർ ഇട്ട് കൊടുത്തു. ഒന്ന് കഴിച്ചു, പിന്നെയും കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടായി, കൊച്ചു പലത് കഴിച്ചു. പിന്നെ മിൽക്കി ബാർ ചോക്ലേറ്റ് ഒരു പൊടി ഇട്ട് കൊടുത്തതാ. അങ്ങനെ കൊച്ച ഡ്രഗിന് അഡിക്റ്റായി. രാത്രി 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അപ്പൻ പറഞ്ഞ കാര്യം, ന്യൂസ് ചാനലിൽ പറഞ്ഞ കാര്യം ഞാൻ ഈ പറയുന്നത്. ഞാൻ എവിടെയോ ഏതോ ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് അറിഞ്ഞ കാര്യമൊന്നുമല്ല പറഞ്ഞത്. പബ്ലിക്കലി ആരെങ്കിലുമൊക്കെ അറിയട്ടെന്നോർത്ത് അപ്പൻ ലോകത്തോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനൊരു ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തിന് പോയ വഴിക്ക് ഈ പലയിടങ്ങളിൽ ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു. അതില് ഈ വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു സംഭവത്തിനകത്ത് ചെന്ന് ഞങ്ങളൊരു 6 മിനിറ്റ് അവിടെ കിടക്കേണ്ടി വന്നു, ബ്ലോക്കായി കിടന്നു. അപ്പൊ അവിടെ ഒരു പ്രസംഗം നടക്കുക. ഞാൻ ആ പ്രസംഗം ഗ്ലാസ് താഴ്ത്തി ഞാൻ ശ്രദ്ധിക്കുക. അപ്പൊ അദ്ദേഹം പറയുകയാണ്, +1 പഠിക്കുന്ന കുട്ടിക്ക് സ്വന്തം അമ്മയിൽ ഒരു സന്തതി ജനിക്കുന്നു. കേരളത്തിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഡ്രഗിന് അഡിക്റ്റായ ഒരു മകൻ ഒരു അമ്മയോട് പെരുമാറിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് ഞാൻ പറഞ്ഞാൽ ഇന്നലെ കേട്ട പ്രസംഗമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനൊരു കൂട്ടം നരാധമന്മാരെ ഈ ലോകത്തിലേക്ക് പടച്ചുവിടുന്ന ഒരു പ്രത്യേക കാലഘട്ടം, അതിന് ഇതുപോലെയുള്ള ചതിപ്രയോഗങ്ങളും വഞ്ചനകളും ഒക്കെ നമ്മുടെ ഇടയിൽ യഥേഷ്ടം ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് പ്രിയരെ ഇതിന്റെ എല്ലാം പിന്നിലെ കാരണം? പഴയ പാമ്പിന്റെ കടിയ. പഴയ പാമ്പ് വഞ്ചിക്കുന്ന, ചതിക്കുന്ന, അകപ്പെടുത്തുന്ന പഴയ പാമ്പ്. പഴയ പാമ്പ്. വാസ്തവത്തിൽ ഈ എമ്പുരാൻ സിനിമയ്ക്കെതിരെയൊക്കെ വമ്പൻ എതിർപ്പുണ്ടായി. അതൊക്കെ പൊളിറ്റിക്കൽ എതിർപ്പാണ്. പൊളിറ്റിക്കൽ എതിർപ്പാണ്. ഞാൻ പറയുന്ന പൊളിറ്റിക്കൽ എതിർപ്പൊന്നുമല്ല, അത് സ്പിരിച്വൽ എതിർപ്പാണ് ഞാൻ ഈ പറയുന്നത്. എന്നോട് ഉണ്ടോ? രാമൻ പറഞ്ഞാട്ടെ. ഗ്ലോറി. തലമുറകളെ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാൻ പാടില്ല. കഞ്ചാവിനും ADMAയ്ക്കും ഇങ്ങനെ വരുന്ന LSDക്കുമൊന്നും നമ്മുടെ തലമുറകളെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഹല്ലേലൂയ. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ യേശു പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം.